അതിന് പകരം അയാൾ ആ കൊച്ചിനോട് പോയി നേരിട്ട് ചോദിച്ചത് മര്യാദയാണോ? ആ പോട്ടെ, ഇനിയിപ്പൊ അതിന്റെ പേരിലൊരു വിഷമൊന്നും വേണ്ട. നാളെ വിപിയേട്ടനെ കാണുമ്പോ നിങ്ങളൊരു സോറി അങ്ങ് പറഞ്ഞേക്ക്. ഇനി അതിന്റെ പേരില് വിപിയേട്ടനും ഗീതേച്ചിക്കും വിഷമൊന്നും തോന്നണ്ടല്ലോ. എന്തിന്? നീ ഒന്ന് അടങ്ങിയിരി അശ്വതി. മുരളിയുടെ ഭാഗത്ത് തെറ്റില്ലാത്തടത്തോളം കാലം അങ്ങനെ പോയി ആരുടെ മുന്നിൽ ചെറുതാകേണ്ട കാര്യമില്ല. ആ കഴിച്ചിട്ട് പോമോളെ. മതി. ഇതൊന്നും വലിയ ആനക്കാര്യമായിട്ട് അവളുടെ മുന്നിൽ അവതരിപ്പിക്കാനൊന്നും നിൽക്കണ്ട. ഏതായാലും മാളുവിന് കല്യാണക്കാര്യത്തിൽ താല്പര്യക്കുറവൊന്നുമില്ലെന്ന് മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നതാ ബുദ്ധി. ആദ്യം നിശ്ചയം, പിന്നെ 2-3 മാസത്തിനകത്ത് കല്യാണം. ഇനിയിപ്പോ പഠിത്തം കഴിയാനൊന്നും കാത്തു നിൽക്കണ്ട. കെട്ടുകഴിഞ്ഞും പഠിക്കാൻ പോകുന്ന എത്രയോ പെങ്കൊച്ചുങ്ങളുണ്ട്. എത്രയും വേഗം ആ പെങ്കൊച്ചുമായിട്ടുള്ള ചങ്ങാത്തോ അടുപ്പോ ഒക്കെ മാറ്റിയെടുക്കുന്നതാ ബുദ്ധി. നോക്കട്ടെ. നോക്കിയാ പോരാ, ഈ ചൂടിലങ്ങ് നടത്തിയെടുക്കുന്ന നല്ലത്. ആറിയ കഞ്ഞി പഴങ്കഞ്ഞി എന്നാ. നീ ഇരിക്കുമോളെ, ഞാൻ പാത്രം എടുത്തോണ്ട് വരാം. എന്ത് കണ്ടിട്ടാണോ തന്നെ ഞാൻ പ്രേമിക്കേണ്ടത്? ആരും പ്രേമിച്ചു പോകുന്ന മുതലാണല്ലോ. എടോ, പ്രേമിക്കാൻ പോയിട്ട് പെണ്ണാണല്ലോ എന്നുള്ള വിചാരത്തോടെ ക്യാമ്പസിലെ ഏതെങ്കിലും ഒരു ആൺകുട്ടി തന്നെ ഒന്ന് നോക്കിയിട്ടുണ്ടോ? അപ്പോ എന്ത് പറ്റി നിനക്ക്? എന്താ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല. അപ്പോ അമ്മ ഒരു കാര്യം ചോദിച്ചോട്ടെ? അച്ഛനോട് നീ പറഞ്ഞതില് എന്തെങ്കിലും സത്യമുണ്ടോ? അച്ഛനോട് ഞാൻ ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അതിലേത് കാര്യം അമ്മ ഉദ്ദേശിക്കുന്നു? അരുണിന്റെ കാര്യം. ശരിക്കും നിനക്ക് ആ പയ്യനോട് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നോ? എന്താ നീ ചിരിച്ചു കളഞ്ഞത്? ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചതാ. ഒന്നുമില്ല. അല്ല, അമ്മ ഈ പറഞ്ഞ അരുൺ പാക്കാരനെ കണ്ടിട്ടുണ്ടോ? ഞാനെങ്ങും കണ്ടിട്ടില്ല. അത് പറ. അവനെ കണ്ടിരുന്നെങ്കിലേ അമ്മ ഈ ചോദ്യം എന്നോട് ചോദിക്കില്ല. അമ്മ ഈ 80s പടം TV-യിൽ വരില്ലേ? അതിനകത്ത് ചില നായകന്മാരെ ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരു ദേവദാസ് ലൈൻ. അത്രയ്ക്ക് ശോക കാഴ്ചക്ക് ഈ പാക്കര്. പക്ഷെ ആള് പഠിച്ച കള്ളനാ. പിന്നെ നിനക്ക് അവനെ ഇഷ്ടമായിരുന്നു എന്ന് അച്ഛനോട് പറഞ്ഞതോ? അത് ഞാൻ വെറുതെ പറഞ്ഞതാ. അപ്പോ ദേ കളിക്കല്ലേ, പറ. നിനക്കവനെ ശരിക്കും ഇഷ്ടമായിരുന്നില്ലേ? അവനോടെന്നല്ല, ഒരുത്തനോടും അപ്പൂന് ഇതുവരെ ഇഷ്ടം തോന്നിയിട്ടില്ല. ഇനി അങ്ങോട്ട് തോന്നുകയില്ല. അപ്പൊ നീ അച്ഛനോട് കള്ളം പറഞ്ഞതാ? അതെ, കള്ളം പറഞ്ഞതാണ്. എന്താ അമ്മയ്ക്ക് വിശ്വാസമായില്ലേ? അവനെ എനിക്ക് ഇഷ്ടമല്ല. അവൻ മാണുവിനെ കെട്ടുന്നത് ഒട്ടും ഇഷ്ടമല്ല. ഞാനത് സമ്മതിക്കയില്ല. അപ്പോ അപ്പൊ നുണ പറഞ്ഞ് നീ എന്നെ പറ്റിക്കായിരുന്നു അല്ലേ? യു ചീറ്റ്. ഹൗ ഡെയർ യു? അടിക്കല്ലേ, അവളെ ഒന്നും ചെയ്യല്ലേ. എന്തൊക്കെ പെരുന്നുണകളാ നീ എന്നോട് പറഞ്ഞത്? അതൊക്കെ വിശ്വസിച്ച് ഞാൻ വെറും വിട്ടി. വേണം, എനിക്ക് ഇത് തന്നെ കിട്ടണം. എന്തിനാ നീ ഇങ്ങനെ ബാക്കിയുള്ളവരെ കൂടി വെറുപ്പിക്കുന്നത്? നീ കാരണം
മുരളി പോലും എന്നോട് മോശമായിട്ട് പെരുമാറി. അപ്പോൾ വിഷമം തോന്നിയെങ്കിലും ഇപ്പൊ എനിക്ക് മനസ്സിലായി, മുരളി ചെയ്തത് ശരിയാ. അയാളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഇങ്ങനെ തന്നെ റിയാക്ട് ചെയ്യുള്ളൂ. എല്ലാറ്റിനും എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, എന്തിനു വേണ്ടിയായിരുന്നോ നീ ഈ കള്ളം പറഞ്ഞത്, ആ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല. മാളുവിന്റെ അരുണിന്റെയും വിവാഹം നടത്താൻ മുരളി തീരുമാനിച്ചു കഴിഞ്ഞു. ഇതുവരെ അത് മുരളിയുടെ വാശിയാണെങ്കിൽ ഇപ്പൊ അത് എന്റെ കൂടി ആവശ്യമാണ്, വാശിയാണ്. മുടക്കാൻ വഴിയുണ്ടെങ്കിൽ ആലോചിക്ക്. എന്താ അപ്പു നീ ഇങ്ങനെ? മാളു, കോൾ എടുക്ക. എനിക്ക് നിന്നോട് സംസാരിക്കണം. അപ്പോ നീയും എന്നെ ഒഴിവാക്കുക. നന്നായി. അപ്പു ഇപ്പോ എല്ലാവരുടെയും കണ്ണിലെ കരടാണ്, അല്ലേ മാളു? ഇപ്പൊ ഞാൻ കാരണം നമ്മുടെ വീട്ടുകാരും വല്ലാതെ അകന്നു തുടങ്ങിയിരിക്കുന്നു. ഇന്ന് മുരളിയങ്കൾ വന്നിരുന്നു. VPയുമായി അത്ര നല്ല ടേംസിലല്ല പിരിഞ്ഞത്. ഞാനും VPയും കൂടി ചേർന്ന് നിന്റെ അരുൺ പാക്കാരനെ നിന്നിൽ നിന്ന് തട്ടിയെടുക്കാൻ ശ്രമിക്കരുതെന്ന്. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഐ ഡോണ്ട് കെയർ. പക്ഷെ VP ആ പാവത്തിന് ഒഴിവാക്കാമായിരുന്നു അങ്കിളിന്. ആകെ തകർന്നിരിക്കുക പാവം. ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവരും, അല്ലേ മാളു? അവരവരുടെ കാര്യം വരുമ്പോ എല്ലാവരും സെൽഫിഷാ, നീ പോലും. അപ്പോ സാരമില്ല, നീ പൊയ്ക്കോ മാളു. നീ പോയാ എനിക്കൊന്നും സംഭവിക്കില്ല എന്നൊന്നും ഞാൻ പറയില്ല. അതൊരു പ്രശ്നം തന്നെയാ. പക്ഷേ സാരമില്ല, ഞാൻ ഓക്കെ ആയിക്കോളും. അപ്പോ ഇപ്പോഴത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും നീ വിചാരിച്ചാൽ ഒരു പരിഹാരം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ നമുക്ക്. ഓ, അപ്പൊ ഞാനാണ് പ്രശ്നം. അപ്പോ പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക് നീ. പറയൂ, എന്താണ് നിന്റെ മനസ്സിലുള്ള സൊല്യൂഷൻ? ഡോക്ടർ പറഞ്ഞതുപോലെ നമുക്കൊരു കൗൺസിലിങ്ങിന് പോയാലോ? നീ പറയാൻ പോകുന്നത് അത് തന്നെ ആയിരിക്കും എന്ന് എനിക്കറിയായിരുന്നു. കൗൺസിലിംഗ് നമുക്ക് വേണ്ടല്ലോ, എനിക്ക് മാത്രം പോരെ. പ്രശ്നം എന്റേത് മാത്രമാണല്ലോ. മാളു, ആരൊക്കെ ഇനി എത്ര കൗൺസിലിംഗ് ചെയ്താലും എന്റെ മനസ്സ് മാറില്ല. എന്റെ ജെൻഡർ എന്റെ ഇഷ്ടമാണ്, എന്റെ തീരുമാനമാണ്. അപ്പോ പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ് മാളു. അതേക്കുറിച്ച് സംസാരിക്കാനല്ല ഞാൻ വിളിച്ചത്. എനിക്ക് നിന്റെ തീരുമാനമാണ് അറിയേണ്ടത്. എന്റെ ഇഷ്ടത്തിനൊപ്പം, ജീവിതത്തിനൊപ്പം
നീ ഉണ്ടാവുമോ? അതിനാ എനിക്ക് ആൻസർ വേണ്ടത്. എന്താ എന്താ നീ ഒന്നും പറയാത്ത? അപ്പോ നമുക്ക് നാളെ സംസാരിക്കാം പ്ലീസ്. ഗുഡ് നൈറ്റ് അപ്പു.